ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ചാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പെരിന്തേനരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പെരിന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പെരിന്തേനരുവി വെള്ളച്ചാട്ടം പമ്പാ നദിയിലാണ്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏതു നദിയിൽ? അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിൽ? ചാലക്കുടി പുഴയിൽ. ചാലക്കുടി പുഴയിൽ. ചാലക്കുടി പുഴ എവിടെയാണെന്ന് അറിയാമോ? തൃശ്ശൂർ ജില്ലയിലാണ്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ്, ചാലക്കുടി പുഴയിലാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലുള്ള പ്രസിദ്ധ വെള്ളച്ചാട്ടം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലുള്ള പ്രസിദ്ധ വെള്ളച്ചാട്ടം ഏത്? തുമ്മൻകുത്ത്. ഇടുക്കിയിലെ അടിമാലിക്ക് സമീപമുള്ള വെള്ളച്ചാട്ടം. ഇടുക്കിയിലെ അടിമാലിക്ക് സമീപമുള്ള വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. മലബാറിലെ പ്രശസ്ത വെള്ളച്ചാട്ടമായ തുഷാരഗിരി ഏത് ജില്ലയിലാണ്? മലബാറിലെ പ്രശസ്ത വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി, കോഴിക്കോട് ജില്ലയിൽ. ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ വെള്ളച്ചാട്ടം. ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിന് ഉള്ളിലെ വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആൻറ്റിൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? ആൻറ്റിൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ്. ഇടുക്കിയിലെ അടിമാലിക്ക് സമീപമുള്ള വെള്ളച്ചാട്ടം. ഇടുക്കിയിലെ അടിമാലിക്ക് സമീപമുള്ള വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. പ്രസിദ്ധമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? പ്രസിദ്ധമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം വയനാട് ജില്ലയിലാണ്. ഓക്കെ, എന്നാൽ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി അടുത്ത ദിവസം വീണ്ടും വരാം. എല്ലാവർക്കും നമസ്കാരം.